ഞങ്ങൾ മിത്താ സാറിൻ്റെ അടുത്ത് മലപ്പുറത്തുനിന്ന് ഒരു യൂണിറ്റ് മുയൽ വാങ്ങിയതാണ്. അവരിപ്പം ഞങ്ങൾക്ക് തന്നിട്ട് ഒരു 2 മാസമായി. അപ്പം ആ മുയലിനെ കൂട് മാറ്റി വേറൊരു കൂട്ടിലേക്ക് മാറ്റി അവർ ഞങ്ങളെ വീട്ടിൽ ഇൻസ്പെക്ഷന് വേണ്ടി വന്നിരിക്കുകയാണ്. മുയലിനെ പറ്റി തിക്കോടി ഞങ്ങൾ തിക്കോടി പഞ്ചായത്തിൽ പിന്നെ കൊയിലാണ്ടി താലൂക്ക് തിക്കോടി പഞ്ചായത്തിൽ ആണ് ഞങ്ങളുടെ വീട്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ പിന്നെ ഇവർ ഇന്ന് 7 മണിക്ക് ഇവിടെ വന്നതാണ് ഇൻസ്പെക്ഷന് വേണ്ടി. അപ്പം ഞങ്ങൾ ഈ കൂടും ഇങ്ങനെയുള്ളതെല്ലാം കണ്ടു. പിന്നെ ഞങ്ങൾ മുയലിനെല്ലാം അവർ കണ്ടു. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതലായിട്ട് മുയലിൻ്റെ കൂടിന് എറുമ്പ് വരുന്നതിന് മഞ്ഞളിൻ്റെ പൊടി വെക്കുന്നത് നല്ലതാണ്. റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും വരെ നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് വടകരയിലുള്ള നമ്മുടെ രാമേട്ടൻ്റെ ഫാമിലാണ്. അദ്ദേഹം ആശാനിൽ നിന്ന് മുയൽ കൊണ്ടുവന്നിട്ട് ഏകദേശം 2 മാസത്തോളമായി. ഇപ്പോൾ കുറച്ച് മുയലുകളൊക്കെ ക്രോസിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂട് കാരണം ഒന്ന് അവർ ബാക്കിലേക്ക് വലിച്ചിരിക്കണം, കാരണം ചൂടിന് മാറിയതിനു ശേഷം കൂടുതൽ ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ഒരു മുയൽ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്രോസിങ് നടക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ അവർ പുതുതായിട്ട് ചെയ്തൊരു കൂടാണ്. അത് നല്ല വെയിറ്റായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 12,000 രൂപ ഈ കൂടിന് ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയൊന്നും എക്സ്പെൻസ് ചെയ്തിട്ട് നമ്മളൊരു കൂട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആശയിൽ നിന്ന് തരുന്ന രീതിയിലുള്ള ഒരു റേറ്റ് കുറഞ്ഞുകൂടി കുറഞ്ഞിട്ടുള്ള കൂടുകൾ മതി. നമ്മളത് നല്ലപോലെ പ്രൈമറും പെയിൻറ്റൊക്കെ അടിച്ച് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം അത് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രൈമറിൻ്റെ കാര്യമൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് എപ്പോഴും അത് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ പുതിയൊരു അറിവ്, ഈ ഉറുമ്പ് വരാതിരിക്കാൻ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. ഇതുപോലെ നമ്മുടെ കൂടിൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ ഉറുമ്പ് വരില്ല എന്നാണ് ഇവരുടെ അനുഭവത്തിൽ നിന്ന് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എല്ലാവരും നോട്ട് ചെയ്യാം. അതുപോലെ കൂടിൻ്റെ അടിയിൽ EM ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ അവർ EM റെഡിയാക്കി വെച്ചതാണ്. ഇതിപ്പോൾ ഇങ്ങനെ പാട കെട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് സക്സസ് ആയിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തനം നടന്നു എന്നാണ് ഇതിന് നമുക്ക് അറിയാൻ കഴിയുക. അപ്പോൾ EM ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫാമിനകത്ത് പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും EM ഉപയോഗിക്കണം. അത് ഉപയോഗിക്കേണ്ട, അത് തെറ്റാണ്. അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ആശയിൽ നിന്ന് മുയൽ കൊണ്ടുപോയ നമ്മുടെ കേരളത്തിലെ ഏകദേശം എല്ലാ ഡിസ്ട്രിക്റ്റിലും 10ന് മുകളിൽ നമുക്ക് ഫാമുകളുണ്ട്. ഈ ഫാമിലെല്ലാം എല്ലാവരും EM ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇൻസ്പെക്ഷന് ചെല്ലുമ്പോൾ തന്നെ നമുക്കത് പ്രത്യേകിച്ച് തിരിച്ചറിയാം. കാരണം യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ആർക്കെങ്കിലും EMനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇനി ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചിട്ടില്ല അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലുണ്ട് നമ്മുടെ ഫാമുകൾ. അപ്പം അവിടെ പോയിട്ട് നിങ്ങൾ നേരിട്ട് അവിടെ ചെല്ലുക, കാര്യങ്ങൾ കണ്ട് നേരിട്ട് ബോധ്യപ്പെടുക, പഠിക്കുക. അറിയില്ലെങ്കിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ട് പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ വെറുതെ നമുക്ക് അറിയാത്തൊരു കാര്യം അത് ശരിയല്ല എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആശാനെ നേരിട്ട് വന്ന് പഠിക്കണമെങ്കിലും മിതാ സാറിൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരും. പിന്നെ നമ്മുടെ ജാൻസി മാഡം ചെയ്ത വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് കണ്ടാലും EM നിങ്ങൾക്ക് എങ്ങനെയാണ് EM 1 EM 2 ആക്കി മാറ്റേണ്ടതെന്നുള്ള കാര്യം അറിയും. പിന്നെ EM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അത് ഒരു വിദേശ കമ്പനിയുടെ കൊളാബറേഷനായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിൽ മൊത്തം അംഗീകരിച്ച ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ആരും നമ്മുടെ അടുക്കളക്കകത്ത് ജസ്റ്റ് ഒന്ന് തളിക്കുകയാണെങ്കിൽ അതെ, നമ്മുടെ ഫാമിനകത്ത് മാത്രമല്ല നമ്മുടെ അടുക്കള വേസ്റ്റിൽ പോലും നമുക്ക് EM ഉപയോഗിക്കാം. അതിന് അത്രയും നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അറിയാത്തൊരു കാര്യം അത് നിങ്ങളാരും ചെയ്യരുത്. അതിനെ കൊണ്ട് ഉപയോഗമല്ല, അതുകൊണ്ട് നമുക്ക് ഉപദ്രവമാണ്, തെറ്റാന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അനുഭവമുണ്ട്. ഞാൻ എൻ്റെ ഫാമിൽ 14 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് EM. പിന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. പിന്നെ നമ്മളെ ഫാമിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എതിർക്കല്ല വേണ്ടത്. അത് ചെയ്യണോര് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം വേണ്ടത്. അതിനുള്ള വലിയൊരു മനസ്സാണ് നമ്മൾ കാണിക്കേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് നമുക്കിവിടെ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. കാരണം പുതിയ ഫാമാണ്, ഫ്രഷായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഫാമൊക്കെ ഷെഡൊക്കെ നല്ല രീതിയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അരക്കര മെഷ് കൊണ്ട് തന്നെ ഫുള്ള് സൈഡൊക്കെ മറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂട് സേഫ്റ്റിയാണ്. പിന്നെ മുകളിൽ ഓടാണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് വല്ലാതെ കൂടുതലായിട്ട് അങ്ങനെ അനുഭവപ്പെടുന്നൊന്നുമില്ല. ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലെ നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. എലി അതുപോലുള്ള പാമ്പ് അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ അത് അത്രയും സേഫായിട്ട് നല്ല രീതിയിലാണ് രാമേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു കോസ്റ്റ്ലി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മള് സ്ഥിരമായിട്ട്, അതായത് നമ്മൾ പെർമനന്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ബിൽഡിങ്ങും നല്ലൊരു ഇതും ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ റീപ്ലേസ് ചെയ്യാനോ ഇത് റീകൺസ്ട്രക്ഷൻ ചെയ്യാനോ ഒക്കെ ഒരുപാട് എക്സ്പെൻസ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് സ്ട്രോങ്ലി ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ്. എന്തായാലും ദൈവം അദ്ദേഹത്തിന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. റാബിറ്റ് ഫാമിംഗ് സ്കൂൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി.